കർത്താവേ മാതാവേ, അതേ കുഞ്ഞെ, നമ്മുടെ പാവങ്ങൾ വീണ്ടെടുക്കുവാൻ, നമ്മുടെ പാവങ്ങൾ നമ്മെ മോചിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി യാഗമായി തീർന്നെങ്കിൽ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞാൻ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ രംഗങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ വളരെ സമയങ്ങൾ ചിലവഴിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വേദപുസ്തകത്തിൽ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പോയിൻ്റ്, യേശു കർത്താവിൻ്റെ പ്രാർത്ഥനാ രംഗത്തിലെ ഒന്നാമത്തെ പോയിൻ്റ്, യേശു അധികാലത്ത് ഇരുട്ടോടെ നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്നതാണ് ഒന്നാമത്തെ പോയിൻ്റ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനാധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശു പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് നിർജ്ജന സ്ഥലം. ദൈവത്തിന് സ്തോത്രം. നിർജ്ജന സ്ഥലത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എങ്കിലും സാധാരണ നിർജ്ജന സ്ഥലങ്ങളിൽ നാം ഏകാന്തതയാണ് ആഗ്രഹിക്കുന്നത്. യേശു പിതാവിനോട് സംസാരിക്കുവാൻ, പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ ഏകാന്തത തിരഞ്ഞെടുത്തതായിട്ട് നാം ദൈവവചനത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടാമത്തെ പോയിൻ്റ്, വൈകുന്നേരം മലയിൽ യേശു ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാധാരമായി മത്തായിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൽ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വൈകുന്നേരം. ദൈവത്തിന് സ്തോത്രം. അധികാലത്തെ നാം ചിന്തിച്ചു. രണ്ടാമത്തെ പോയിന്റ്, വൈകുന്നേരത്ത് യേശു മലയിൽ ചെന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് മത്തായി സുവിശേഷത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, യേശു പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്ത സമയങ്ങൾ എപ്പോഴും അത് പ്രഭാതത്തിലും അത് വൈകുന്നേര സമയങ്ങളും കർത്താവ് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് എത്ര തിരക്കുള്ള ജീവിതയാത്രയിലാണെങ്കിലും പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ആരും മുടക്കാൻ പാടില്ല. പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും നമ്മുടെ എല്ലാം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷയെ ജയിക്കുവാൻ കഴിയുള്ളൂ. ദൈവവചനം പറയുന്ന ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോയില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തുവാൻ കഴിയുന്ന ഒന്നല്ല. പ്രാർത്ഥനയിൽ നാം കൂടുതൽ സമയങ്ങൾ ദൈവത്തോട് സമയം ചിലവഴിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. അടുത്തൊരു വിഷയമെന്ന് പറയുന്നത്, ഒരു രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ യേശു പ്രാർത്ഥിച്ചതായിട്ട് മൂന്നാമത്തെ പോയിന്റ് ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. അതിനാധാരമായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവനും കഴിച്ചു. എന്തിനാണ് ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവൻ യേശു മലയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രഭാതത്തിൽ അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, അവരെ അപ്പോസ്തലന്മാരാക്കി, അവരെ തിരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കായി ദൈവം ആക്കി വയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു രാത്രി മുഴുവൻ, സാധാരണ മുഴുരാത്രി പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ വിലയുണ്ട്. ഒരു രാത്രി മുഴുവൻ ദൈവത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മളിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ സമയങ്ങൾ കണ്ടെത്തി ദൈവസന്നിധി രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
നാലാമത്തെ പോയിന്റ്, മറുരൂപമലയിൽ തൻ്റെ തേജസ് പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചു. നമുക്കറിയാം, യേശു താൻ സ്നേഹിച്ച ശിഷ്യന്മാരിൽ 3 പേരെ, അതിപ്രധാനികളായി 3 പേരെ തിരഞ്ഞെടുത്ത് യേശു പ്രാർത്ഥിക്കുവാൻ മലയിൽ ചെന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ തേജസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു തേജസ്കരണം നമുക്ക് സംഭവിക്കാൻ പോകുന്നു. ആ തേജസ്കരണത്തിന് മുമ്പ് നാം ദൈവസന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എപ്പോഴും പ്രാർത്ഥനയിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു അന്തരീക്ഷം, പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഡെഡിക്കേറ്റഡായ ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകണം. കർത്താവ് ഏത് സമയം വരുമെന്ന് നമുക്കറിയാൻ സാധ്യമല്ല. എങ്കിലും കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നതനുസരിച്ച് നാം പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് ഒരുങ്ങി വിശുദ്ധിയോടെ മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നാം ആ വേദഭാഗം വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ വായിക്കുന്നതിനെയാണ്. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൊണ്ട് ഉയർന്ന മലയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ആ തേജസ്കരിക്കപ്പെട്ട ആ ഒരു അനുഭവം, ആ സമയത്തിന് മുമ്പ് യേശു പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമുക്കൊരു തേജസ്കരണം സംഭവിക്കാൻ പോകുന്നു. നമ്മുടെ കർത്താവ് വന്ന് വിശുദ്ധന്മാരെ ചേർക്കാൻ പോകുന്നു. ആ വിശുദ്ധന്മാരുടെ ഉൾപ്രാവണത്തിന് മുമ്പ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ അവനോടൊപ്പം നാം എടുക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ഒരുക്ക പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് സമയവും ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം എന്ന് ഇന്ന് ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അടുത്തത് സ്തോത്രം, ലാസറിൻ്റെ കല്ലറയ്ക്കൽ വച്ച് യേശു പ്രാർത്ഥിച്ച ഒരു രംഗമാണ് 5-ാമത്തെ പോയിന്റ് ഞാനിവിടെ ഓർപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 41-42 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്ന് യേശു പ്രാർത്ഥിക്കുന്ന രംഗമാണ് 5-ാമത്തെ പോയിന്റ് ഓർപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏതു പരിസ്ഥിതിയിലും ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥന കൂടാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ, മുന്നോട്ട് ചലിക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നാം ഈ ദിവസങ്ങളിൽ കർത്താവ് പഠിപ്പിച്ച മാതൃക അനുസരിപ്പാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ 1-2 പോയിന്റുകൾ കൂടെ ഞാൻ വിശദീകരണം കൂടാതെ ഞാൻ ഓർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിനു മുമ്പ് യേശു ഗെത്സമനയിൽ വെച്ച് പ്രാർത്ഥിച്ച ഒരു രംഗമാണ് മത്തായി സുവിശേഷം 26-36 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു ഗെത്സമന തോട്ടത്തിൽ വെച്ച് താൻ പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ അടുത്തത് യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിങ്ങനെയാണ്, എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു ക്രൂശിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്.
പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. വാസ്തവത്തിൽ നാം അനുഭവിക്കുന്ന പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിൽ, നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിൽ നാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സാധാരണ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, 8ാമത്തെ പോയിന്റ് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്, ക്രൂശിന്മേൽ യേശു കഠിന വേദന അനുഭവിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ അത് കൃത്യമായി നമ്മെ ഓർപ്പിക്കുകയാണ്. ക്രൂശിന്മേൽ വെച്ച് യേശു രോദനം കഷ്ടം സഹിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചു. അത് നമുക്കൊരു മാതൃകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, യേശു ക്രൂശിന്മേൽ വെച്ച് ദൈവത്തിന് സ്തോത്രം തൻ്റെ പ്രാണൻ പോകാൻ നേരത്ത് താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം കൂടി ഞാനിവിടെ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം 44 മുതൽ ഞാനിവിടെ വായിക്കുന്നു. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9-ാം മണി നേരം വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശീല നടുവെ ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ കർത്താവ് തൻ്റെ ക്രൂശിൽ തൻ്റെ ജീവനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന നിമിഷം വരെ യേശു പ്രാർത്ഥനാ നിരതനായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏതേത് സാഹചര്യത്തിലൂടെ നാം കടന്നുപോയാലും നമ്മുടെ ജീവിതം പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതം നമുക്ക് കഴിക്കുവാൻ യേശു നമുക്ക് അതിനൊരു റോൾ മോഡലാണ്. മറ്റാരെയും നമുക്ക് മോഡലാക്കുവാൻ നമുക്ക് കഴിയത്തില്ല. യേശുവാണ് നമ്മുടെ മോഡൽ. ദൈവത്തിന് സ്തോത്രം. യേശുവിൽ നമുക്ക് ഒരു ഊനവും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. യേശുവിൽ ഒരു പാപവും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ആമേൻ. അതുകൊണ്ട് ഈ യേശുവിൻ്റെ പ്രാർത്ഥന രംഗങ്ങൾ നാം പഠിച്ചപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതൽ യേശുവിനോട് പ്രാർത്ഥിക്കുവാനും യേശുവിൻ്റെ വചനത്തിൽ ആശ്രയിപ്പാനും സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.